ഈ പുസ്തകത്തിൽ എന്താ ഉള്ളതെന്ന് പലർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും ഇത്തരം വിഷയങ്ങളായതുകൊണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്നിലേക്ക് എത്തിയ മനുഷ്യര്, ഞാൻ അറിഞ്ഞ മനുഷ്യര്, ഞാൻ കണ്ട മനുഷ്യര്, അവരൊക്കെയാണ് ഉള്ളത്. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ക്ഷമയില്ലാത്ത മനുഷ്യര്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ജിന്ന്, ഷെയ്ത്താന്, സിഹിർ, ഷിർക്ക്, ആഭിചാരങ്ങള്, മഷിനോട്ടം, കൈവിഷം, അത്യാഗ്രഹത്തിന്റെ പിറകെ പോയ നിധിഭ്രമ കഥകള്, അങ്ങനെ ഇതിന്റെ ഉള്ളില് വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും ചൂഷണങ്ങളും ആത്മീയ വ്യാപാരങ്ങളും മുതൽ പിടിച്ച് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയെന്നുള്ളതും, എൻ്റെ ഒരു ബാല്യം മുതൽ ആത്മീയത എന്നിൽ എങ്ങനെ കുടിയിരിപ്പാണെന്നും എല്ലാം ഇതിൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്, എഴുതി സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഇപ്പോൾ 7ാമത്തെ പുസ്തകം ആത്മീയ വൃത്തം എന്നാണ് 7ാമത്തെ പുസ്തകത്തിന്റെ പേര്. അതിലും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതും ഞാൻ അറിഞ്ഞതും അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ ഇതിനോട് താല്പര്യമുള്ളവർ വായിക്കുക, മനസ്സിലാക്കുക.